CPM പൊതുവെ പറയുന്നത് കണ്ണൂരാണ് ഞങ്ങളുടെ എല്ലാ ശക്തിയും ഒളിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെന്നാണ്. പക്ഷേ പാർട്ടിയുടെ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ചാൽ, ചരിത്രവും അതുപോലെ തന്നെ വിപ്ലവ വീര്യമൊക്കെ പരിശോധിച്ചാൽ, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഉള്ളതുപോലുള്ള അടിവേര് പാർട്ടിക്ക് മറ്റ് ജില്ലകളിൽ കുറവാണ്. ഇതിൽ ആലപ്പുഴ ഒഴിച്ച് കൊല്ലം ജില്ലയുടെ കാര്യം മാത്രം എടുക്കാം. കാരണം ഇത് കൊല്ലം ജില്ല സെലക്ട് ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൊല്ലത്തെത്തി ജില്ലാ നേതാക്കൾ, ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ അവർ ഒപ്പമിരുന്ന് ആശയവിനിമയം നടത്തുകയും ഏകദേശം 3 മണിക്കൂർ സമയം അദ്ദേഹം കൊല്ലത്ത് ഈ പാർട്ടിക്കാർക്കൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കൊല്ലത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നത്. ഗൃഹ സന്ദർശനം സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് MA ബേബി ആണല്ലോ. അദ്ദേഹം നേതൃത്വം കൊടുത്ത് ഇന്നലെ കൊല്ലത്ത് ഗൃഹ സന്ദർശന പരിപാടികൾ ആരംഭിച്ചു. ഈ 2 കാര്യങ്ങളും മുൻനിർത്തിയാണ് ഞാൻ കൊല്ലം ജില്ലയെ ഒന്ന് ഇഴകീറി പരിശോധിക്കുന്നത്. ഇവിടെ നിയമസഭയിൽ 11 സീറ്റുണ്ട്. കേരളം ഒട്ടുക്കെ വലത് തരംഗമുണ്ടായ സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെയും കൊല്ലത്ത് എല്ലാ സീറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുമുന്നണി വിജയിച്ചു കയറുകയും CPM വിജയിച്ചു കയറുകയും CPI വിജയിച്ചു കയറുകയും ചെയ്ത പാരമ്പര്യമുള്ള നാടാണ് ദേശിംഗനാട് കൊല്ലം. ഇവിടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിപതറി. കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മികച്ച നേട്ടം കോൺഗ്രസിനുണ്ടായി, UDF-നുണ്ടായി. അതുപോലെ BJPക്ക് നേട്ടം കൊയ്യാൻ കഴിഞ്ഞു. എന്നാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 10ലും മിന്നിത്തിളങ്ങി നിന്ന CPM-ന് ഇവിടെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരല്പം ആശ്വസിക്കാൻ പറ്റുന്ന തരത്തിൽ വോട്ട് വിഹിതം കൂടിയതും ശക്തി വർദ്ധിച്ചതും. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും MA ബേബി സഖാവുമൊക്കെ കൊല്ലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ഇന്നലെ കൊടുക്കുകയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോ ഇക്കുറി പറയുന്നത് 11 സീറ്റിൽ 10 ഉറപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിന് ജനങ്ങളുമായി നേരിട്ട് ഇടപെടണം, വിഭാഗീയത ഒഴിവാക്കി നിർത്തണം. അപ്പോൾ കൊല്ലം ജില്ലയിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ വിഭാഗീയത ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. അദ്ദേഹം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടന്നപ്പോൾ, സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ജില്ലാ സമ്മേളനം നടന്നപ്പോൾ ആലപ്പുഴയിലെ സമ്മേളനത്തിൽ പോയി കൃത്യമായി പറഞ്ഞതാണ് വിഭാഗീയത. അവിടുത്തെ NS പ്രതിഭയും അങ്ങനെ തുടങ്ങിയ സജി ചെറിയാനും G സുധാകരനും ഒക്കെ ഒരുമിച്ച് നിന്നപ്പോഴുള്ള ശക്തിയും പരസ്പരം ചേരി തിരിയുമ്പോഴുള്ള ശക്തി ക്ഷയവും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അന്ന് അവിടെ പോയത്. ഇവിടെയും അതേമാതിരി തന്നെയാണ്. ഇവിടെ മൂപ്പ് ഇളമ തർക്കമുണ്ട്, പുതിയ ആളുകളെ പരീക്ഷിക്കലുണ്ട്, ജയം ഉറപ്പായ സ്ഥലത്ത് പ്രവർത്തിക്കാതിരിക്കുന്ന രീതിയുണ്ട്. അതൊക്കെ മാറ്റണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം. ഒപ്പം MA ബേബി നടത്തിയ ഗൃഹസന്ദർശനത്തിൽ ആളുകൾ ഒന്നൊഴിയാതെ പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തിയാണോ ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നത്, അതോ മറ്റാരെങ്കിലും നേതൃത്വ നിരയിൽ വരുമോ, പുതിയ ഒരാൾ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അയാളുടെ പേര് പറഞ്ഞ് ഇലക്ഷന് പോകണം. 2, പല കാര്യങ്ങളും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, പക്ഷെ അതൊന്നും വേണ്ട വിധം ജനങ്ങളിൽ എത്തിക്കാൻ, ജനങ്ങളിൽ അത് പ്രചരിപ്പിക്കുവാൻ പാർട്ടി അണികളോ പാർട്ടി പ്രവർത്തകരോ ആരും തന്നെ ഇറങ്ങിയില്ല. സർക്കാരിന്റെ ചില PR ഏജൻസികളും CPM സംസ്ഥാന തലത്തിൽ വെച്ചിരിക്കുന്ന PR ഏജൻസികളും ഒക്കെ പറയുന്നത്, കൊട്ടിഘോഷിക്കുന്നത് ആരും മുഖവിലയ്ക്ക് എടുക്കില്ല. സാധാരണ ഗതിയിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. 50% വോട്ട് പോളിംഗ് ബൂത്തിൽ വീണ് കഴിഞ്ഞാൽ അടുത്ത 50% വോട്ട് വരാനുണ്ടെങ്കിൽ അവരെ വീടുകളിൽ പോയി വീടാന്തരം കയറി ഇറങ്ങി അവരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്ന ജോലി പണ്ട് CPM കൃത്യമായി ചെയ്തിരുന്നു. ഇക്കുറി അതുണ്ടായില്ല. അങ്ങനെ ജനങ്ങൾ ഓരോരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ മുന്നിലും, അത് തീരെ ചെറിയ പദവിയല്ലല്ലോ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മുന്നിലും ഇക്കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ കാര്യഗൗരവമുള്ള സംഭവങ്ങൾ കൊല്ലത്ത് നടന്നിട്ടുണ്ടെന്ന് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, എങ്കിലേ 10 സീറ്റുകൾ പിടിക്കാൻ പറ്റൂ. അതിലൊരു സീറ്റ് വിട്ടുകളഞ്ഞിട്ടുണ്ട്. അത് കരുനാഗപ്പള്ളി സീറ്റാണ്. കരുനാഗപ്പള്ളിയിൽ വിഭാഗീയതയുടെ ഉച്ചകോടിയാണ്. ഞാനവിടെ കുറെ കാലം താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തതാണ്. അവിടെ CPM-ന് നല്ല വേരോട്ടമുള്ള മണ്ണാണ്. കലാസാംസ്കാരിക പ്രവർത്തനവും ഒക്കെയായി CPM-ഉം CPI-യും ഇടതുമുന്നണി പ്രവർത്തകരും ഒക്കെ സജീവമായ സ്ഥലമാണ്. പക്ഷേ അവിടെയും ഈ മൂപ്പിളമ തർക്കമുണ്ട്, പഴയ നേതാക്കൾ തമ്മിലുള്ള തർക്കമുണ്ട്. ആരാകണം ഏരിയ സെക്രട്ടറി, ആരാകണം ജില്ലയിലേക്ക് പോകേണ്ട നേതാവ്, ആരാകണം ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് തമ്മിലടിയാണ്. അങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രതിനിധികൾ എത്തിയപ്പോൾ അവിടെ കരുനാഗപ്പള്ളിയിൽ പൂട്ടിയിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും കരുനാഗപ്പള്ളി സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ പിണറായി വിജയൻ സഖാവിന് ഉറപ്പൊന്നുമില്ല.
കരുനാഗപ്പള്ളി പോട്ടെ, കരുനാഗപ്പള്ളിയിലെ കോൺഗ്രസിന്റെ CR മഹേഷാണ് അവിടെ ഇപ്പോൾ സിറ്റിംഗ് MLA. വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, ഒരു നേതാവാണ്. അദ്ദേഹത്തെയും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, പല കൂടി കണ്ടിട്ടുള്ളതാണ്. അപ്പോ CR മഹേഷ് അവിടെ ഒരുപക്ഷെങ്കിൽ വിജയിച്ചേക്കുമെന്ന് ഇപ്പോഴേ വിധി എഴുതി കഴിഞ്ഞു. ബാക്കി 10 സീറ്റുകൾ ഇടതുമുന്നണിക്ക് ഉറപ്പിക്കണമെങ്കിൽ ഇങ്ങനെ എഴുതാൽ പോരാ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് വരെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാമെന്ന് ആരും കരുതണ്ട. ഇന്നു മുതൽ ഇറങ്ങി പ്രവർത്തിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കം ഇതാണ്, കൊല്ലം ജില്ലയിലെ CPM-ന് വേരോട്ടമുണ്ട്, കരുത്തോട്ടമുണ്ട്, കരുത്തുണ്ട്, ചെങ്കോട്ടയാണ് എന്നൊക്കെ വീമ്പിളക്കിയിരുന്നാൽ പോരാ. വീടുകൾ തോറും കയറി ഇറങ്ങി അത്യാവശ്യം ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുകയും വോട്ടുറപ്പിക്കുകയും ചെയ്യണമെന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും കൊല്ലത്തെ CPM-കാരോടും ഇടതുമുന്നണിക്കാരോടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്.